36 സൈസിലുള്ള ബ്ലൗസാണ്. 3 ഡാർട്ട് ബ്ലൗസാണ്, കട്ടിങ് ബ്ലൗസാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ ലെങ്ത്ത് എടുത്തേക്കണം. നമുക്ക് ലെങ്ത്ത് 14 വേണ്ടത്, അതിന് 15 എടുത്തിട്ടുണ്ട്. ഷോൾഡർ ദേ 5.5 ഇഞ്ച് എടുത്തു. ഷോൾഡർ താഴ്ച 6 ഇഞ്ചിലാണ്. 6 ഇഞ്ചിൽ നമുക്ക് ആം ഹോൾ വേണ്ടത് 8.5 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 6 ഇഞ്ച് എടുത്തു. ചെസ്റ്റ് ദേ 36 അല്ലേ, അപ്പം 1/2 ഇഞ്ച് അവർക്കും കൂടെ വേണമെന്ന് പറഞ്ഞാലും 9.5 ഇട്ടിട്ടുണ്ട്. 2 ഇഞ്ച് സീം അലവൻസും ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആം ഹോൾ റൗണ്ട് കറക്റ്റ് 8.5 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നെക്ക് ഡെപ്ത് വന്നേക്കണത് 9.5 ഇഞ്ചാണ്. 9 വേണ്ടത്, 9.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ വൈഡ് വന്നേക്കണത് 2.5 ഇഞ്ചിലാണ്. 2.5 ഇഞ്ചിൽ ബോക്സ് പോലെ എടുത്തിട്ട് ചെറിയൊരു കയർ പോലെ എടുത്ത് വൈഡ് ചെയ്തേക്കുന്നതാണ്. നമുക്കിത് കട്ട് ചെയ്യാം. ഹായ്, നമുക്കിതൊരു ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യണത് നോക്കാം. ആദ്യം അതേ ബാക്ക് പാർട്ട് വെച്ച് നോക്കാം. ഇത് ലൈനിങ്ങിലാണ്. ഞാൻ ക്രോസ് പീസ് ആയിട്ടാണ് കട്ട് ചെയ്യണത്. അപ്പോൾ അത് കോണോട് കോണിട്ടു. നമുക്ക് ഷോൾഡർ ഈ ബാക്ക് പാർട്ടിൽ അതേപോലെ തന്നെ ഷോൾഡറും കൈക്കുഴിയുടെ അവിടെയൊക്കെ നമുക്ക് നനയപ്പെടുത്തിയെടുക്കാം. ഇത് നമ്മളിത് കോണോട് ഇടുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ ഓപ്പൺ വന്നിടത്ത് ഒരു 4 ഇഞ്ച് തയ്യൽ തുമ്പ് നമുക്ക് ഇടണം. അതിൻ്റെ ഒഴിവാക്കി വേണം നമുക്ക് ബാക്ക് പീസ് ഇവിടേക്ക് വെക്കാൻ. ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം നമുക്ക് 6.5 എടുക്കാം. ജസ്റ്റ് ഇത് നടപ്പെടുത്തിയിട്ടപ്പോൾ ഇത്രയും മതി ഇതിൻ്റെ. ഇനി നമുക്ക് അളവ് ബ്ലൗസാണ്. ചെസ്റ്റും 9.5. ഈ 4 ഇഞ്ച് നമുക്ക് ഇവിടെ നടപ്പെടുത്തിയിടണം. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇവിടെ നിന്നാണ് നമുക്ക് 9.5. പിന്നെ ബെസ്റ്റ് റൗണ്ട് ആദ്യമേ നമുക്ക് ടക്ക് പോയിന്റ് എത്രയാണ് എടുക്കണം. 9.25. അപ്പം 9.25 10 അളപ്പെടുത്തും. അവിടെ തയ്യൽ തുമ്പും കൂടെ കഴിഞ്ഞിട്ട് തയ്യൽ തുമ്പ് അറേഞ്ച് ഉണ്ട്. കഴിഞ്ഞിട്ട് എവിടെ നമുക്ക് 9.25 കിട്ടണമെന്ന് നോക്കണം. അവിടെ നിന്ന് ബെസ്റ്റ് റൗണ്ട് കണ്ടുപിടിക്കണം. ഇതേപോലെ നമ്മൾ ടേപ്പ് വെച്ച് കറക്റ്റായിട്ട് അളക്കണം. നമ്മൾ ഈ ടക്ക് പോയിന്റ് എവിടെ വരണതോ അവിടെ വെച്ച് നമ്മൾ ടേപ്പ് അളക്കണം. 11 ഇഞ്ച് കിട്ടി നമുക്ക്. 11 ഇഞ്ച്. ഇനി നമുക്ക് ലെങ്ത് എത്രയാണ് വേണ്ടത്, എത്രയാണ് ടക്കിൻ്റെ ലെങ്ത് വന്നേക്കണം, എത്രയാണ് നോക്കണം. 3 ഇഞ്ച്. ഇവിടുന്ന് 3 ഇഞ്ച് അടയാളപ്പെടുത്തണം. അതിൻ്റെ ഒപ്പം തന്നെ തയ്യൽ തുമ്പും കൂടെ നമ്മൾ അടയാളപ്പെടുത്തണം. അളവ് ബ്ലൗസിൻ്റെ ഇത് നമ്മളിവിടെ നിന്ന് ഇങ്ങനെ ലെങ്ത് എടുക്കുവാണ്. ഇവിടെ വരെ 5 ഇഞ്ച്. 5ഉം തയ്യൽ തുമ്പും 5.5 ഇഞ്ച്. ഇവിടെ നമ്മൾ തയ്യൽ തുമ്പെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ചെസ്റ്റ് പോയിൻറ്റിൻ്റെ അവിടെ നമ്മൾ 9.5 ചെയ്തല്ലോ. നമുക്കിവിടെ ഒരു ചെറിയൊരു കട്ടിങ് ഇങ്ങനെ വരും. അതിൻ്റെ 1/2 ഇഞ്ച് പിന്നെ 2 ഇഞ്ച് തയ്യൽ തുമ്പ്. ചെസ്റ്റ് പോയിൻറ്റിൻ്റെ അവിടെ 2 ഇഞ്ച്, 2 ഇഞ്ചല്ല, നമുക്ക് ബെസ്റ്റ് പോയിൻറ്റ് അവിടെ ടക്കിൻ്റെ ഇത് 2 ഇഞ്ച് തയ്യൽ തുമ്പ് വേണം. 2.5 ആണെങ്കിലും ഓക്കെ, നമുക്ക് അതിൻ്റെ ലാസ്റ്റ് ചെയ്തെടുക്കാമല്ലോ. ഇനി ഇവിടെ വേസ്റ്റ് റൗണ്ട് നമുക്കിനി ടക്കിന് ഏതോരും പോകണമെന്നാണ് നോക്കേണ്ടത്. വേസ്റ്റ് റൗണ്ട് എങ്ങനെയാണ്? വേസ്റ്റ് റൗണ്ട് 8.5 8.5. ഈ ബെസ്റ്റ് റൗണ്ട് 11 ഇഞ്ച് എടുത്തില്ലേ, അതിനകത്തുനിന്ന് നമ്മൾ 8.5 കുറയ്ക്കണം. 8.5 കുറയ്ക്കുമ്പോൾ നമുക്ക് 2.5 കിട്ടും. ആ 2.5 മനസ്സിലോർത്തോണം. ഇവിടെ നേരെ ടക്ക് പോയിന്റ് താഴോട്ട് 2.5യുടെ
പപ്പാതി ടക്ക് പോയിൻ്റ് താഴോട്ട് 3 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടി 3.5 ഇഞ്ച് വന്നു. ഇനി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചില്ലായിരുന്നോ ഈ ഇവിടുത്തെ ബെസ്റ്റ് റൗണ്ടിൽ നിന്ന് വേസ്റ്റ് റൗണ്ട് കുറച്ചിട്ടുള്ളത് 2.5. ആ 2.5യുടെ പകുതി അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട്, അതായത് 2 സൈഡിലോട്ടുമായിട്ട്, ഒരു സൈഡിൽ 1.25, ഒരു സൈഡിൽ 1.25, അടുത്ത സൈഡിലും 1.25 അപ്പം 2.5. ഇതാണ് നമ്മുടെ മെയിൻ ടക്ക് പോയിൻറ്റിൻ്റെ ഇത് വരുന്നത്. ഇനി ഇവിടുത്തെ ലെങ്ത് എടുക്കുന്നത് ആ 11 ഇഞ്ചിന് നമുക്ക് എടുക്കാം. 11ഉം 11 ഇഞ്ച് എടുത്തു. കാരണം ഇവിടെ 2.5 മടക്കി പോകുമ്പോൾ കറക്റ്റ് വേസ്റ്റ് റൗണ്ട് 8.5 ആയിരിക്കും. ഇവിടുത്തെ തയ്യൽ തുമ്പ് 2 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ ആഡ് ചെയ്തു. ഇനി നമുക്കിവിടെ ഇങ്ങോട്ടേക്കുള്ള ലെങ്ത്താണ് നമ്മളിപ്പോൾ ഇതെല്ലാം നമുക്കൊരു വരയായിട്ട് എടുക്കാം. വരയായിട്ടെടുത്തു. ഇതേ തയ്യൽ തുമ്പും ഇങ്ങനെ വന്നു. ഇനി ഇവിടെ നിന്ന് നമുക്ക് 5 താഴ്ച, അതായത് കണ്ടോ 5. അപ്പോൾ 5ഉം 1/2 ഇഞ്ചും കൂടെ കൂട്ടി 5.5 ഇഞ്ച്, 5.5 ഇഞ്ച്. ഇത് ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് വിടുവാണ്. ഇങ്ങോട്ടേക്കൊരു ചെറിയൊരു കേവ് പോലെ. അതുപോലെ ഇങ്ങോട്ടേക്കും. ഇനി നമുക്ക് ടക്ക് എടുക്കാനുണ്ട്. ഇവിടുത്തെ ഇത് നമുക്ക് പിന്നെ എടുക്കാം. ആദ്യമേ നമുക്ക് ടക്ക് എടുക്കാം. ഇനി ഇതിൻ്റെ ടക്ക് വന്നത് നേരെ നമ്മൾ കൈക്കുടി ഇനി കുഴിച്ച് വെട്ടണ്ടേ. ഇങ്ങോട്ടേക്കൊരു 1/2 ഇഞ്ച് നീക്കി ഇതിൻ്റെ പകുതി വേറെ ചോക്കിട്ട് വരച്ച. ഇനി ഇതിൻ്റെ ടക്ക് പോയിൻ്റ് എടുക്കണത് ആദ്യത്തേൻ്റെ ഇത് കണ്ടോ, ഒരു കൈക്കുടി നമ്മൾ എടുത്തില്ലേ, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഈ ടക്ക് പോയിൻറ്റിൽ നിന്ന് 1 ഇഞ്ച് മാറി വേണം ഇതേപോലെ. ഇതിൻ്റെ വ്യത്യാസം ഇതിപ്പോൾ 1/2 ഇഞ്ചോളം എടുത്തുകൊണ്ട് 1/2 ഇഞ്ച് വേണ്ട, നമുക്കിത് 1/4 ഇഞ്ച് മതി. അതുപോലെ ഇങ്ങോട്ടേക്കും ഒരു ഇതിപ്പോൾ ഇതൊരു ത്രികോണം പോലെ കിടക്കും. ഇത് ഇവിടെ ഇതിങ്ങ് വന്നേക്കണേ. ടക്ക് പോയിന്റ് ഇനി ഇവിടെ നിന്ന് നമ്മളൊരു 1.5 ഇഞ്ച് കയറ്റി 1.5 ഇല്ലേലും 1.25 ആണേലും, അതിപ്പോൾ നമുക്ക് ഫ്രണ്ട് നല്ല ഇതായിട്ട് വേണമെങ്കിൽ
ഇത്രയേ ഉള്ളൂ നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ കട്ടിങ്. ഇതിനി ഇവിടെ 4 ഇഞ്ച്, അര ഇഞ്ചിൻ്റെ 2 സൈഡിലോട്ട് 4 ഇഞ്ച് പോയത്, അര ഇഞ്ചിൻ്റെ ടക്ക് പോയിൻറ്റ് ഇവിടെ ഇങ്ങോട്ടേക്ക് കൂർത്ത പോലെ വരണം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കട്ടിങ് മാർക്കിങ്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. നമുക്ക് ഇപ്പുറത്തേക്ക് ട്രേസിങ് വരാൻ ഇത് നേരെ വെച്ച്, അത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് മുറിച്ചെടുക്കാം. ഇപ്പുറത്തേക്ക് പാട് വന്ന് നമ്മൾ അതേപോലെ മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. ഇത്രേ ഉള്ളൂ ഫ്രണ്ട് പാർട്ടിൻ്റെ കട്ടിങ്. ഇനി ഇത് നല്ല തുണിയിലേക്ക് വെച്ച് കട്ട് ചെയ്യണം. വീഡിയോയിൽ പറയാൻ വിട്ടുപോയി തോന്നും, പക്ഷെ ഞാൻ ചെയ്തിട്ടുണ്ട്, അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതെ, നമ്മൾ ടക്ക് പോയിന്റ് എപ്പോഴും കണ്ടുപിടിക്കുമ്പോൾ ഉണ്ടല്ലോ, അതായത് അളവ് ബ്ലൗസ് ചെയ്ത് ടക്ക് പോയിന്റ് കണ്ടുപിടിക്കുമ്പോഴത്തേക്കും ഇവിടെ നിന്നുള്ളത്, ഇതിപ്പോൾ ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ 9.5 വന്നിട്ടുണ്ട്. 9.5 ഇവിടുന്ന് നമ്മളെ ടക്ക് പോയിന്റ് കറക്റ്റ് ആയിട്ടുള്ള ടക്ക് പോയിന്റ് ഇത് 9.5. അപ്പോൾ 10 തയ്യൽ തുമ്പും കൂടി 10. ഇനി ഇത് കറക്റ്റ് പോയിന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഇനി ഇവിടെ നിന്ന് ബെസ്റ്റ് പോയിന്റ്, അത് നമുക്കിത് ഇവിടെ ഇത് എത്രയാണ് വന്നേന്ന് നോക്കാം. ഉണ്ടോ, 3.25 വന്നുണ്ട്. 3.25 എവിടെയാണ്, അതായത് ഈ ഇവിടുത്തെ തയ്യൽ തുമ്പ് 4 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കുറച്ചിട്ട് വേണം നമ്മൾ 3.25 എവിടെയാണെന്ന് വെച്ചാൽ അടയാളപ്പെടുത്താൻ. ആ 3.25 ഈ 10 ഇഞ്ച് എവിടെ വരണമെന്ന് നോക്കിയാൽ അതാണ് നമ്മുടെ കറക്റ്റ്. ഇതേ കറക്റ്റ് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. അതാണ് ബെസ്റ്റ് പോയിന്റ്. അതാണത് അവിടെ നിന്ന് താഴോട്ടാണ് ഇങ്ങോട്ട് 3 ഇഞ്ച് ടക്ക് പോയിന്റ്. അതുപോലെ തന്നെ വരച്ചു. ഞാനിതേപോലെയാണ് ഞാൻ ചെയ്യുന്ന രീതിയാണ് പറഞ്ഞു തന്നേക്കണേ. എല്ലാവർക്കും ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അടിയിലത്തെ പടി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഫ്രണ്ട് പാർട്ടിൻ്റെ 6 ഇഞ്ച് നമുക്ക് ഫ്രണ്ടിൻ്റെ ഇതിവിടെ 6 ഇഞ്ചില്ലേ വന്നേക്കണേ. നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ 6 ഇഞ്ച്. ടോട്ടൽ ലെങ്ത്ത് വേണ്ടത് 14 എണ്ണം. 14 നമുക്ക് ചെയ്ത് പോയി. നമ്മളെല്ലാം ഈ ബ്ലൗസിൻ്റെ അളവ് ബ്ലൗസിൽ നിന്നല്ലേ ചെയ്തേക്കുന്നത്.
ഫ്രണ്ട് പാർട്ട് 3 2.25. അപ്പോൾ ഞാൻ ഒരു 3.5 അടയാളപ്പെടുത്തും. തയ്യൽ തുമ്പ് വേണം ഇതിന് 3.5. തിരിച്ച് ഇങ്ങോട്ടേക്ക് 3.5 2 വന്നോളൂ. ഞാനിവിടെ ഒരു 1/2 ഇഞ്ച് കൂടെ കൂട്ടി, 1/2 ഇഞ്ചില്ല 3.25 ഞാൻ കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് താഴെ മുകളിൽ തയ്യൽ തുമ്പ് വേണം. ടോട്ടൽ നമുക്ക് 8.5, അതിൻ്റെ 2 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇനി ഇവിടെ 3 ഇഞ്ച്, അത് ഞാനൊരു 3.5 ഇഞ്ച് ഞാൻ കൊടുക്കുവാണ്. ഇതെല്ലാം തയ്യൽ തുമ്പും എല്ലാം കൂടെ വരുമ്പോഴത്തേന് ഏതെല്ലാം പോയിന്റും കൂടെ കണക്ട് ചെയ്ത് ഇവിടെ ഒരു 1/2 ഇഞ്ച് 4 ഇഞ്ച് തയ്യൽ തുമ്പ് വേണം. ഇതുപോലത്തെ ലൈനിങ് പീസിൽ നിന്ന് നമ്മൾ 4 പീസ് നമ്മൾ എടുക്കണം. മെയിൻ പാർട്ടിൽ നിന്ന് ഒരു പീസും. നമുക്കത് പീസിൻ്റെ തുണിയുടെ അനുസരിച്ച് നമുക്ക് എടുക്കാം. ഇതിപ്പം ബ്ലൗസിൻ്റെ ഓപ്പൺ വശം ഓപ്പൺ തീയരുത്, ഇത് ക്ലോസ്ഡ് വശം. ഇനി ഇതുപോലത്തെ ഇതിപ്പോൾ 2 പീസുണ്ട്. ഇനി ഇതുപോലത്തെ 2 പീസും കൂടെ വേണം. സ്ലീവിൻ്റെ ടോട്ടൽ ലെങ്ത്ത് നമുക്ക് വേണ്ടത് 8.5 വേണം. 8.5 ഞാൻ 9.5 എടുക്കുന്നുണ്ട്. 1/2 ഇഞ്ച് മുകളിലും താഴെയായിട്ട് തയ്യൽ തുമ്പിന് അവിടെ സ്ട്രെയിറ്റ് വര കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഈ മസിൽ റൗണ്ട്, ഏകദേശം ഇവിടെ നിന്നുള്ള മസിൽ റൗണ്ടാണ്. 7.5 എടുക്കാം. 7.5 അല്ലെങ്കിൽ ഇതിൻ്റെ ഫോർമുല എന്നാന്ന് വെച്ചാൽ നമുക്ക് ചെസ്റ്റ് റൗണ്ട് ബൈ 4 ആണ് നമുക്കിവിടെ ഇത് വേണ്ടത്. അപ്പം നമ്മൾ അളവ് ബ്ലൗസ് ഉള്ള കാരണമാണ് സ്റ്റാൻഡേർഡ് ബ്ലൗസ് തയ്ക്കുമ്പോഴത്തേക്കും അതാണ് നമ്മുടെ ഫോർമുല. ചെസ്റ്റിൻ്റെ എത്രയാണോ അളവ് അതിൻ്റെ 4/1 ഇത് തുണി 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിപ്പോൾ അളവ് ബ്ലൗസ് ഉള്ള കാരണമാണ് അതിൽ നിന്ന് അങ്ങനെ എടുക്കുന്നത്. താഴത്തെ ഓപ്പൺ റൗണ്ട് 5.25 അവിടുന്ന് വന്നിട്ട് 5.25 മുകളിലേക്ക്. ദേ 3.5 നമുക്ക് താഴ്ച കൊടുത്തേച്ചാൽ മതി. 3.5 വേണമെന്നില്ല. ഇപ്പം നമുക്കിതിൻ്റെ വന്നേക്കണത് അളവ് ബ്ലൗസിൻ്റെ വന്നേക്കണത് കറക്റ്റ് ദേ ഇവിടെ 5 നിൽക്കണം. 3.25 ഞാനൊരു 3.5 അല്ലെങ്കിൽ 3.25 താഴ്ച എടുത്തു. അവിടെ നിന്ന് ഇങ്ങോട്ടേക്കൊരു 2 ഇഞ്ച് മാറ്റി അടയാളപ്പെടുത്തി അവിടെ നമ്മൾ കയറി ചെയ്ത് ഇനി നമുക്ക് തയ്യൽ തുമ്പ് ആഡ് ചെയ്യണം. തയ്യൽ തുമ്പ് 2 ഇഞ്ച്, ഇവിടെയും തയ്യൽ തുമ്പ് 2 ഇഞ്ച്,
സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി തയ്ക്കാൻ നേരത്താണ് ഞാനിത് കുഴിച്ച് വെട്ടണത്. ഇനി നമുക്ക് ആംഹോളിൻ്റെ റൗണ്ട് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ആംഹോൾ റൗണ്ട് നമ്മൾ എടുക്കുക. എട്ടര വേണം. ഇത് കട്ട് ചെയ്തതിന് മുന്നേ നമ്മൾ നോക്കേണ്ടായിരുന്നു. 8.5 കിട്ടിയിട്ടുണ്ട്. ഇവിടെയുണ്ട് ഇവിടെ നമുക്ക് എത്തുന്നുണ്ട്. നമ്മൾ പല പ്രാവശ്യം അളന്ന് നോക്കിക്കോണം. നമുക്ക് എവിടെ 1 ഇഞ്ച് പോലും മാറരുത്. അല്ലെങ്കിൽ അത് ഒത്തിരി അങ്ങ് പൊടിക്ക് നമ്മൾ വെട്ടുമ്പോഴത്തേ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് തയ്ക്കണം കേട്ടോ. 8.5 അതിനിവിടെ കുഴിച്ച് വെട്ടുമ്പോഴത്തേക്കും ഇതാ കറക്റ്റായിട്ട് റീലോട്ട് വന്നു.